എല്ലാത്തിനും ഒരു മാറ്റത്തിന് ദയവായിട്ടുള്ളൊരു സാഹചര്യങ്ങളും അടുത്ത് ഒട്ടൊരു ഗിരീഷ് കുമാർ സാറിൻ്റെ ഒരു പ്രഭാഷണമായി ഒട്ടൂര്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സത്സംഗങ്ങളൊക്കെ നമ്മൾ കുറേ സപ്താഹങ്ങളും സത്സംഗങ്ങളും ഒക്കെ കേട്ടിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് നമ്മളിൽ എന്താണ് ഒരു വ്യത്യാസം, നമ്മളിൽ വല്ല മാറ്റങ്ങളും വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. അപ്പം അതിന് അദ്ദേഹം പറഞ്ഞ് അവിടെ അങ്ങനെ കുറേ അറിവുകൾ ഇങ്ങനെ പറഞ്ഞു തരും. പക്ഷെ നമ്മൾ ആ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഒരു ആനന്ദം നമ്മൾ കേൾക്കുമ്പോൾ, സത്സംഗങ്ങളെ കേൾക്കുമ്പോൾ താൽക്കാലികമായിട്ടൊരു സുഖം മനസ്സിന് കിട്ടുന്നൊരു അനുഭൂതി, നല്ല നല്ല സത്സംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു അനുഭൂതി ഉണ്ടാവും. പക്ഷെ ആ അനുഭൂതി നമ്മൾ ഈ സത്സംഗത്തിൽ വിട്ടുപോയാൽ നമ്മളിൽ എന്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ മാനസികമായിട്ടും നമ്മളതിനെ പരിശോധിക്കണം. എന്തിനും ഒരു പരിശോധന ആവശ്യമാണല്ലേ. കാരണം ഇപ്പോൾ സ്കൂളാണെങ്കിൽ ഇന്നത്തെ ഭൗതികമായിട്ട് ഓരോ ക്ലാസ് കഴിയുമ്പോഴും എക്സാമിനേഷൻ പരീക്ഷ നടത്തിയിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ. അതിന് യോഗ്യതയുണ്ടോ എന്ന് നോക്കണം. അപ്പം ജീവിതത്തിലും ദൈവത്തിലും നമുക്ക് തരുന്ന ഓരോ പരീക്ഷകൾ, നമുക്കും പരീക്ഷകളുണ്ട് ജീവിതത്തിൽ, വളരെയധികം പരീക്ഷ. CR കൃഷ്ണയ്യർ സാർ പറയും, നമുക്ക് പരീക്ഷകളേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം പരിരക്ഷ കൂടി തരണേന്ന്. കാരണം ദൈവത്തിൻ്റെ ഓരോരോ നിമിഷങ്ങളും നമുക്ക് ഓരോ പരീക്ഷ, നീ എത്രമാത്രം അതിൽ വിജയിക്കില്ലെന്ന് സ്വയം വിലയിരുത്തണം. കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷകൾ കൊടുത്ത ഒരു കുടുംബമാണ് കുന്തിദേവിയും പാണ്ഡവരും അല്ലേ. അപ്പൊ അവരെ കഥ പറയും, CR കൃഷ്ണയ്യർ പറയും, നോക്കുക അവരെ കുട്ടിക്കാലം മുതൽക്ക് അവരുടെ പരീക്ഷ നോക്കിയപ്പോൾ ജീവിതം രാജകുമാരന്മാരാണ്, രാജകുമാരിമാരാണ്. പക്ഷെ അവരുടെ ജീവിതം മുഴുവൻ പരീക്ഷകളായി. പക്ഷെ ആ പരീക്ഷണങ്ങളെ മുഴുവൻ അവർ അതിജീവിച്ചു. കുന്തിദേവി മക്കളെയും അതിജീവിച്ചു. എന്തുകൊണ്ട്? ആ സമയത്ത് അതുകൊണ്ടാണ് അത്രയും അവരെ ധർമ്മബോധവും ഈശ്വരഭക്തിയും നിലനിന്നതെന്ന് പറയാം. അവരോടുള്ള ദൃഢമായ ഈശ്വരഭക്തിയാണ് അവർ അവസാനം വരെ ആ യുദ്ധം കഴിഞ്ഞിട്ട് അവർ ആ ഈശ്വരഭക്തി, ആ ധർമ്മബോധം അവരിൽ ഉണ്ടാക്കി തന്നെച്ചാൽ അവർ പരീക്ഷണങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് പരീക്ഷണങ്ങൾ അതൊക്കെ അവർ ജയിച്ചു. അപ്പം ഇത് നമുക്കും ജീവിതത്തിലുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾക്ക് അറിയാൻ നടക്കും, നമ്മൾ വീക്കായി പോവാം. നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും മനസ്സ് തളർന്നു പോയില്ലേ, എന്നോടെന്താ ദൈവം ഇങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ആ മാനസികമായിട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതും ഒരു ദൈവത്തിൻ്റെ രീതിയാണ്. നമുക്ക് സുഖം മാത്രം മതിയോ? സുഖം മാത്രമായ ദുഃഖം ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇരിക്കുന്നവരെല്ലാം നോക്കി എല്ലാം പറഞ്ഞ ഒരു ഉച്ച കഴിഞ്ഞ ആൾക്കാരാണ് അല്ലേ. നമ്മൾ എന്തൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ദാരിദ്ര്യം കണ്ടിട്ടുണ്ട്, ദുഃഖം കണ്ടിട്ടുണ്ട്, പലതും നമ്മൾ പ്രകൃതിയിലും നമ്മളിലും കുടുംബത്തിലും ഒക്കെ പലതും കണ്ടത് അല്ലേ. പക്ഷെ ഇന്നത്തെ ആൾക്കാർ കാണുന്നുണ്ടോ? അപ്പം നമ്മളിതിനൊക്കെ അതിജീവിച്ചു വന്നുകൊണ്ട് കുറേയൊക്കെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് പുതുതലമുറ ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ പരീക്ഷണങ്ങളെ എങ്ങനെ, അപ്പം ഈ എന്തുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങൾ ജയിക്കാൻ പറ്റുന്നത്? നമ്മുടെ അറിവ്, ജ്ഞാനമാണ്. ഭക്തി മാത്രം പോരാ, നമ്മൾ ജ്ഞാനത്തോട് കൂടിയിട്ടുള്ള ഭക്തി വേണം. നമുക്കിന്ന് ഭക്തി എല്ലാവർക്കും ഉണ്ട്. അമ്പലത്തിൽ പോകുന്ന വഴിപാട് കഴിക്കും, പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്തിനാണ് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നും അതേ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ജന്മങ്ങളൊക്കെ പറന്നു പോയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അതിന് ഒരു മുക്തി കിട്ടുന്നില്ല. നമുക്ക് വേണ്ടേ മുക്തി? നമ്മൾ എത്രയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ടാണ് നമ്മൾ, നിങ്ങളുടെ പരീക്ഷണങ്ങൾ കുറേ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. ഒരു സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ അതിനൊരു കാരണം വേണം. അതിന് ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. കാരണം സത്സംഗം അവിടെ പുത്തൂർ അമ്പലത്തിൻ്റെ മുകളിലാണ്, കൂട്ടുകാരുടെ മുകളിലാണ്. അപ്പം അദ്ദേഹം അവിടെ സത്സംഗം ഒരു മാസം കഴിഞ്ഞ് തുടക്കം അദ്ദേഹം. അപ്പം താഴെ ലളിതാ സഹസ്രനാമമുണ്ട്, 5:30 ലളിതാ സഹസ്രനാമമുണ്ട്. അവിടെ വേല തുടങ്ങിയാൽ കൂത്ത് തുടങ്ങിയിട്ടോ ഒരു 100-125 ആൾക്കാരുണ്ട്. 100 കസാലയുണ്ട്, പിന്നെ പുറത്തിരിക്കും. എങ്കിലും 100 കൂടുതൽ ആൾക്കാരുണ്ട്. 4 തൊട്ട് 5:30 വരെയായിരുന്നു സത്സംഗം. 4 തൊട്ട് ഇതിൻ്റെ നേരെ മുകളിലാണ്. അവിടെ വേറെ 40-45 പേരുണ്ട്, 50 മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഞാനുണ്ടായിട്ടില്ല, ഞാനതിങ്ങനെ മുകളിൽ കഴിഞ്ഞു. അദ്ദേഹത്തിനൂടെ 5:30 ഇവിടെ തമിഴ് വെച്ച് 5:30 കഴിഞ്ഞ് താഴോട്ട് വരുന്നു. കുറെ പേര്, ഒരു 100 പേരെ പഠിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നോക്കി നോക്കൂ സാറേ, ഇതിനൊന്നും അതിൻ്റെ മുകളിലേക്ക് ഒരു സത്സംഗം. അതോ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വളരെയധികം നല്ലൊരു സത്സംഗം ചെയ്യുള്ളൂ. ആത്മീയ ജീവിതത്തിലുണ്ട്. അദ്ദേഹം ശാസ്ത്രീയമായി സംസാരിക്കുന്ന ഗിരീഷ് കുമാർ. അപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ, അവരെ അവിടെ വരെ എത്തിയിട്ടുള്ളൂ. അവരെ അവിടെ ഒന്നും ഇരുത്തിയിട്ട് കാര്യമില്ല. ഇവിടുന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്നവരാണ് അവിടെ എത്തുന്നത്.
അവിടെ അത്രയും വേണ്ട ആവശ്യമില്ല, ഒരാൾ മതി, 10 ആൾ മതി. കാരണം ഇവിടുന്നൊക്കെ നമ്മളെ ഇവിടുന്ന് ഫിൽട്ടർ ചെയ്തിട്ടേ അവിടെ എത്താൻ പറ്റുള്ളൂ. ഇത് ആത്മീയത വളരെ ശരിയാണ്. ഇപ്പോൾ നോക്കി എത്ര പേർക്ക് സത്സംഗത്തിൽ വരാനോ, ആരുടെ സത്സംഗം എന്നല്ല, ഒരു സത്സംഗം പറഞ്ഞാൽ സത്യത്തിനോട് കൂടിയിട്ട് ആത്മാവിനോട് ചേരാനുള്ള ഒരു വ്യഗ്രത. നമ്മുടെ ഗോപികാഗീതം കേട്ടില്ലേ? അത് ഗോപികളുടെ ഗീതയല്ല, നമ്മുടെ ജീവന്റെ ഗീതയാണത്, ജീവഗീതയാണത്. ഭഗവാനിലേക്കുള്ള നമ്മുടെ അഭിനിവേശമാണ്. അത് വേദവ്യാസ മഹർഷി ആ ഗോപികളിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നു. ഇത് പറഞ്ഞു തരുമ്പോൾ നമ്മളിപ്പോൾ ദശമസ്കന്ധം, ഭാഗവതത്തിന്റെ ദശമസ്കന്ധത്തില് ഭഗവാന്റെ അവതാരം കഴിഞ്ഞ് ഗോകുലത്തിലെ വൃന്ദാവന ലീല കഴിഞ്ഞ് മധുര ലീലയിലേക്ക് കടക്കാൻ പോവുക. അവസാനത്തെ ലീലയാണ് രാസക്രീഡ. അത് കഴിഞ്ഞ് മധുരാലയിലേക്ക് കടക്കാൻ പോകുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഗിരീഷ് ഞാൻ അന്ന് മനസ്സിൽ ആലോചിച്ചു, നമുക്കിനി അടുത്ത ഈ മധുരാലയിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നത് ആരാ? അവിടെ കംസന്റെ അടുത്ത് നാരദര് വരിക. നമ്മുടെ പുരാണങ്ങളുടെ കഥകളെ മുഴുവൻ കൊണ്ടുപോകുന്ന ഒരു വിദൂഷകൻ, നമ്മുടെ നാടകത്തിലെ കൂടിയാട്ടത്തിലൊരു വിദൂഷകനുണ്ട്, അദ്ദേഹം ആ കഥ കൊണ്ടുപോകും. അതുപോലെ പുരാണങ്ങളിലെ കഥകളെ കൊണ്ടുപോകുന്ന ഒരാളാണ് അത് നാരദ മഹർഷി അല്ലേ? രാമായണത്തിന് കാണാം, അദ്ദേഹത്തിന്റെ തലേ ദിവസം നാരദര് വരുന്നുണ്ട്. അദ്ദേഹം ഒരു വാക്കിലെത്തിയിട്ടാണ്, നാളെ ആയി കഴിഞ്ഞിട്ടില്ലല്ലോ നാരദരെ, നാളത്തെ കഴിഞ്ഞിട്ട് വ്യാകുലപ്പെട്ടാൽ പോലെ, നാളെ അഭിഷേകം, നാളെ ആയിട്ടില്ലല്ലോ എന്ന കൂട്ടത്തിൽ ഇവിടെ നാരദര് വരുന്നുണ്ട്. ആ സമയം ആദ്യം കംസന്റെ അടുത്ത് പോയി, നീ ഇങ്ങനെ കാത്തിരിക്കണ്ട, അവിടെ ഭഗവാനോട് തയ്യാറായിട്ട് നിന്റെ അസുരന്മാരെല്ലാം കൊന്നു കഴിഞ്ഞു, ഇനി നമുക്ക് ഇനി ആരാടാ, നിന്റെ ആൾക്കാരൊക്കെ പോയി വേഗം വിളിച്ചു കൊന്നോ, അതെങ്ങനെ ഞാൻ കൊല്ലുക? അപ്പൊ പറയാൻ ഒഴിയ ഞങ്ങൾ വേഗം യാഗം നടത്തിക്കോ, ആൾക്കാരെ വിളിച്ചോ, നിന്റെ ഉപനയാൻ വിടും, ജാനുവരന്മാരൊക്കെ ഇല്ലേ, അവരെ കൊണ്ട് കൊല്ലാം, അതുകൊണ്ട് ഭഗവാനെങ്കിലും വരുത്താന്ന് പറഞ്ഞു. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കൃഷ്ണന്റെ പോയി. അവിടെ ഒരു നാരദന്റെ നല്ലൊരു സ്തുതിയുണ്ട്. നാരദന്റെ പല സ്തുതികളിലും ഏറ്റവും പ്രധാനപ്പെട്ട സ്തുതി അന്ന് അവിടെ കൃഷ്ണന്റെ അടുത്ത് പറയും. അപ്പോൾ എന്നോട് ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്, ഭാരതത്തിലെ സ്തുതികൾ എന്ന് പറഞ്ഞൊരു ബുക്ക്, വെറും സ്തുതികൾ മാത്രം, ഹിന്ദി സ്തുതി തൊട്ടാതെ. ഇതൊക്കെ നമ്മുടെ ഭാഗവതം കഴിഞ്ഞിട്ട് അത് എടുക്കാം. ആ സ്തുതികളൊക്കെ ഭാഗവതത്തിലെ സ്തുതികളും വേദാന്ത ചിന്തകളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറയാണ്, ഭഗവാനെ പോവാറായില്ലേ, എന്താ നാരദർക്കായില്ലേ, എൻ്റെ അടുത്തേക്ക് ഇത് അവിടെയൊക്കെ തയ്യാറായിട്ടുണ്ട്, ഞാനങ്ങനെ പോവാൻ നിൽക്കാം. അപ്പൊ അവിടെ ആ കംസൻ ആരെയാണ് കൊണ്ടുവരേണ്ടതെന്ന് വിചാരിച്ചപ്പോ ഇവരെ ഏതൊരു ഭക്തനെ പറഞ്ഞയച്ചാലേ കൃഷ്ണൻ, അവിടെ ഒരു അക്രൂരനെയാണ് വിടുക. അപ്പൊ ഇനി അടുത്തൊരു അക്രൂര ദൗത്യം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമാണ്. അത് നമ്മുടെ വേദവ്യാസ മഹർഷി ഈ ഭാഗവതത്തിലൂടെ ഏത് പുരാണങ്ങളിലായാലും ഓരോരോ സീൻ അല്ലെങ്കിൽ ഓരോരോ സന്ദർഭങ്ങളെ വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കഥകളിൽ പോവരുത്, കഥകളെ കൊണ്ട് എന്താണോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലതും ഭാഗവതത്തില് സപ്താഹത്തില് ശ്രദ്ധിക്കാത്ത കുറേ ഭാഗങ്ങൾ, കാരണം പറയാൻ പറ്റില്ല. കാരണം ഈ 6 ദിവസം കൊണ്ട് ഈ 335 അധ്യായം വായിക്കുന്നുണ്ട്. ഒരു ദിവസം 53 അധ്യായം വായിക്കണം, അങ്ങനെ തീരുള്ളൂ. പിന്നെ പ്രഭാഷണം നടത്തണം. അപ്പൊ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ശ്രദ്ധിച്ചു പോകുള്ളൂ. പക്ഷെ അതിൽ നമ്മൾ അറിയപ്പെടാത്ത കുറേ ഭാഗങ്ങളുണ്ട്. നല്ല അതിലൊന്നായി അക്രൂര ദൗത്യം. നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോകുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് അറിയുന്നത്. അങ്ങനെയാണ് ഭാഗവതത്തില് പല ഇത് അക്രൂര സ്തുതിയുണ്ട്. അമ്മമാരതൊന്നും നോക്കിയിട്ട് നല്ല ദശാവതാര സ്തുതിയാണത്. അക്രൂര സ്തുതി കുറേയുണ്ട്. അതിന് അവസാനത്തെ ഒരു 15-16 മന്തുണ്ട്, അത് ദശാവതാര സ്തുതിയാണ്. തുടക്കം കഴിഞ്ഞിട്ട് ആ മത്സ്യാവതാരം തൊട്ടിട്ട് പറയുന്ന ഒരു സ്തുതിയുണ്ട്, അതൊക്കെ ആരും ചെല്ലുന്നില്ല. അപ്പോൾ അതൊരു ഇങ്ങനെ ഓരോ സന്ദർഭം. ഈ അക്രൂര ദൗത്യത്തിൽ കൂടി വേദവ്യാസൻ നമ്മളെ നല്ലോണം നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ് ആ അക്രൂര ദൗത്യത്തിൽ കൂടെ പറഞ്ഞത്. കാരണം ആ അക്രൂരനെ വേദവ്യാസൻ പറയുന്നു. ഞാൻ പറയാൻ കാരണം ഈ ഗിരീഷ് കുമാർ സാർ പറഞ്ഞു, നിങ്ങൾ ഓരോ ദിവസവും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സത്സംഗത്തിൽ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഇപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അതിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പരീക്ഷകൾ ഇപ്പോൾ നമുക്ക് ഭഗവാൻ വന്നിട്ട് എക്സാമിനേഷൻ നടത്തുന്നില്ല അല്ലേ? നമുക്ക് നമ്മുടെ പരീക്ഷകൾ നമ്മൾ പാസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഭക്തി നമ്മളെ ഏതുണ്ടാണ് ശരിയായ വഴിക്കാ പോകുന്നത് നമ്മൾ തന്നെ തീരുമാനിക്കണം. പരീക്ഷകൾ അതിനാണ് അഷ്ടാംഗ യോഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭക്തിക്ക് നമ്മൾ വെറും ഈ തൊഴിൽ മാത്രമാണ്,
അതുപോലെ തന്നെ ഭക്തി രാജയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, ധ്യാനയോഗം, കുറേ യോഗങ്ങളിൽ കൂടി പോവാം. അതിനാദ്യം അഷ്ടാംഗ യോഗമാണ് പറഞ്ഞ പതഞ്ജലി മഹർഷി. കാരണം അത് നമ്മളെ ശരിയാക്കാനുള്ള വേണ്ടിയിട്ടാണ്. അതിൽ യമം, നിയമം, പ്രാണായാമം, പ്രത്യാഹാരം, എട്ടെണ്ണമുണ്ട്. അതിൽ ആദ്യത്തെ പടിയൊന്നും നമുക്ക് കടക്കാൻ പറ്റില്ല. എട്ടെണ്ണം പോട്ടെ, അവസാനത്തെ ധ്യാനം, സമാധിയാണ് അവസാനത്തെ. പക്ഷെ നമുക്ക് ആദ്യത്തെ യമം എന്ന് പറഞ്ഞാൽ ശമം, ദമം രണ്ടെണ്ണം കഴിയണം. ഒന്ന് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ശമം, ദമം പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യത്തെ കടം തന്നെ നമുക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിക്കേണ്ട പറയണം. 10-13 നമുക്ക് ഏതെങ്കിലും ഓരോ സത്സംഗത്തിൽ ഒന്ന് വിചാരം ചെയ്തെടുക്കുക. അപ്പൊ ഇതിൽ ആദ്യം പറയുന്നതാണ് ഉള്ളിലെ വിചാരങ്ങൾ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിന്തിക്കണം. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് നോക്കി നോക്കൂ, എത്ര പേര് നമ്മുടെ മനസ്സിലേക്കൊന്ന് നോക്കി നോക്കൂ. അതായത് നമ്മൾ ഇവിടെ ഈ ശരീരം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, മനസ്സ് എവിടേക്കൊക്കെ പോകും ഇല്ലേ? നമ്മൾ പോവും. അപ്പൊ നമ്മളൊന്ന് നമ്മുടെ മനസ്സിലേക്കൊക്കെ ഞാൻ എവിടെ പോയിരിക്കണം. അപ്പൊ തോന്നുന്നു പലർക്കും പല വണ്ടി, ട്രെയിന്, വീട്, പല കാര്യങ്ങളാവും. ശരീരം മാത്രമേ ഇവിടെ ഇരിക്കുള്ളൂ അല്ലേ? അപ്പൊ ആ ഒരു വിചാരങ്ങളെ നമ്മൾ വെറുതെ ഇരുന്നിട്ടൊന്ന് ആലോചിക്കണം. അതിപ്പോ എവിടെയും നമുക്ക് കിട്ടില്ല അല്ലേ? നമുക്കിപ്പോ എവിടെ ഇപ്പൊ വീട്ടിൽ ഇരുന്നാൽ പറ്റില്ല, എവിടെ ഇരുന്നാലും പറ്റില്ല. അതിനാണ് പണ്ടുള്ള ഒരു വാനപ്രസ്ഥം, ഉത്തരവാദിത്തം കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വിട്ടുപോകുന്നതാണ്. ആത്മീയമാണത്. ഏത് രാജാക്കന്മാരും മരുമക്കളെ പേരക്കുട്ടികളെ വിളിച്ചിട്ട് ഒരു ദിക്കിൽ ഇരുന്നിട്ടില്ല. നമ്മുടെ പുരാണങ്ങളിൽ എവിടെയും പേരക്കുട്ടികളെ നോക്കിയിട്ടുള്ള എത്രയോ സുഖമില്ലേ? ചക്രവർത്തിമാർക്ക് എന്തുമാത്രം സുഖം. രാജഭാരം മുഴുവൻ മക്കളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തെ പേരക്കുട്ടികളെ ഇരുന്നില്ല, ഒരാൾ ഇരുന്നിട്ടില്ല. ഏത് രാജാക്കന്മാരും മക്കളെ പിന്നെ അവർ രാജകൊട്ടാരത്തിൽ ഇരുന്നില്ല, സൂചിച്ചിരുന്നൂടെ? ഇന്നത്തെ പോലെ മക്കളൊക്കെ നന്നായി കഴിഞ്ഞാൽ അവരുടെ സുഖത്തിൽ ഇങ്ങനെ എന്ത് സുഖം വേണമെങ്കിൽ അനുഭവിച്ചു പോയെ. ഇല്ലാത്ത ഇന്നിപ്പോ എല്ലാം പോയിട്ട് എല്ലാവരും തീർത്ഥയാത്രയ്ക്കല്ലേ. ഇപ്പൊ വെക്കേഷൻ ടൈമായി, ആരും എല്ലാവരും യാത്രയിലാണ് അല്ലേ? 98 വയസ്സ് കഴിഞ്ഞാലും ഒരാൾ നമുക്ക് അറിയുന്ന ഒരാൾ സിംഗപ്പൂർ കാണാൻ കൊടുക്കുക. എന്തിനാ കാണാലോ? എന്ന് ആലോചിച്ച് നോക്ക്, എന്തായി കാണുന്നത്? നമ്മളെ ഇന്ദ്രിയങ്ങളും നമ്മൾ പറഞ്ഞു, നിങ്ങളെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അവിടുന്ന് ഇന്ദ്രിയങ്ങളെയുള്ള വൈരാഗ്യം വേണം, ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാനുള്ള കഴിവ് വേണം. ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവിടെ പോകണം, നല്ല കാഴ്ചകൾ കാണും അല്ലേ? ഇപ്പൊ 100 വയസ്സിലൊക്കെ പോയി കഴിഞ്ഞു പോയിട്ട് വല്ല കാര്യമുണ്ട്. പക്ഷെ എന്നാലും പോവാണ്, സാഹചര്യങ്ങളെ കൊണ്ടുപോവുക. ആ മനസ്സിന്റെ ഒരു ഇതാണ്. ഇവിടെയാണ് നമ്മൾ അതിനെ നിൽക്കേണ്ടത്. നമ്മൾ എവിടെയാണ്, എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ? നമുക്കൊരു വികാരം, ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കാം എന്തേ അവൻ നോക്കിയിട്ട് എന്നെ മൈൻഡ് ചെയ്തില്ല അല്ലേ? നമ്മളെ ശ്രദ്ധിച്ചില്ല, അപ്പോഴേക്കും വികാരമായി. അപ്പോഴേക്കും അവരോട് എന്തോ എന്നോട് എന്താ നമ്മൾ ഇല്ലാത്തതൊക്കെ കാണിച്ചിട്ടില്ലേ? ഒന്നും നോക്കിയില്ല. ചിലവരെ നോട്ടം നമ്മളൊന്ന് നോക്കി മനസ്സിലൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആ നോട്ടം കാണുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് അവർ എന്തുമാത്രം വിലയിരുത്തും. അത് വെച്ചിട്ട് അവർ പ്രവർത്തിക്കുമ്പോഴും കൂടെ അറിയും നീ എന്തെങ്കിലും അത് നീ എന്ന് നോക്കിയില്ല, അത് നമുക്ക് അറിയുന്നില്ല, അത് വേറെ ആൾ മുഖാന്തരം അറിയാം അല്ലേ? അപ്പൊ നമ്മുടെ വികാരങ്ങളെ നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നോക്കുക, അത് കറക്റ്റ് ലൈനിലാണോ പോണത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രതിഫലനം ഉണ്ടാകുമ്പോൾ അതിൽ എനിക്കുണ്ടാകുന്ന അതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. ഇത് എവിടെ ശ്രദ്ധിക്കാൻ പറ്റും? അപ്പം അത് ഈ സത്സംഗത്തിൽ നമ്മൾ കുറേശ്ശെ മനസ്സിനെ ഒരു ഏകാഗ്രമാക്കി ഇരിക്കാനുള്ള അവസരം നമ്മൾ ഈ സത്സംഗത്തിൽ കൊടുക്കണം പറയും. അപ്പം നിങ്ങൾ ഈ സത്സംഗങ്ങളെ എവിടെയെങ്കിലും നടത്തുമ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് നേരം അവനവൻ്റെ മനസ്സിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മൾ നോക്കുക. അപ്പോൾ നമുക്കത് ഇക്കൊല്ലം ഈ പ്രാവശ്യം തൊട്ട് തുടങ്ങാം അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ശരീരത്തെ ഒന്ന് ഫ്രീ ആക്കി കണ്ണുകളടച്ച് നമ്മളൊരു 3 പ്രാവശ്യം ഓങ്കാരം ചെല്ലും. എല്ലാവരും കൂടി ഒരുമിച്ചിട്ടെല്ലാം 3 പ്രാവശ്യം കേട്ടോ.
പുറത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതിലേക്കും ശ്രദ്ധ കൊണ്ടുവരിക. നമ്മുടെ ജീവനെ ശരീരമായി ബന്ധിക്കപ്പെടുന്നത് നമ്മുടെ ഈ പ്രാണവായുവാണ് നമ്മുടെ ജീവനെ ശരീരമായി ബന്ധിപ്പിക്കുന്നത്. പിന്നെ ഈ ജീവനെ പ്രകൃതിയായിട്ട് പ്രപഞ്ചമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് പ്രകൃതിയിൽ വരുന്ന ഈ വായു. ഈ വായുവിൽ കൂടിയാണ് നമ്മുടെ ജീവൻ പ്രപഞ്ചമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഈ വായുവിൻ്റെ ഗതിവിഗതിക്കനുസരിച്ചായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ജീവൻ്റെ ചലനങ്ങൾ നടക്കുന്നത്. എത്രത്തോളം നമ്മൾ ശാന്തമായിരിക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതവും ശാന്തമായി. ശരീരത്തിന് എത്രമാത്രം ഇളക്കമുണ്ടോ ചലനമുണ്ടോ അതാണ് ശരീരത്തിൻ്റെ ആരോഗ്യം. മനസ്സ് എത്രത്തോളം നിശ്ചലമാകുന്നു ഇളക്കമില്ലാതിരിക്കുന്നു അതാണ് മനസ്സിൻ്റെ ആരോഗ്യം. മനസ്സിൻ്റെ ആരോഗ്യമാണ് ജീവിതത്തിൻ്റെ വിജയം. മനസ്സെന്ന് പറയുന്നത് പൊന്തിക്കൊണ്ടിരിക്കുന്ന വിചാരങ്ങളാണ്. ഈ മനസ്സിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ വിജയം. ആ മനസ്സിനെ ഇളക്കമില്ലാതെ നമ്മുടെ ശ്വാസത്തിലേക്ക് നമ്മുടെ പ്രാണവായുവിനെ ഏതാണോ നമ്മുടെ ജീവനെ ശക്തി കൊടുക്കുന്നത് ആ പ്രാണവായുവിൽ ചെന്ന് നമ്മുടെ ശ്രദ്ധ വയ്ക്കുക. വായു ഉള്ളിൽ പോകുന്നതും പുറത്തേക്ക് പോകുന്നതിനും നമ്മൾ ശ്രദ്ധ കൊടുക്കുക. ഒപ്പം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വിചാരങ്ങളെ സ്വയം ഒന്ന് നിരീക്ഷിക്കുക. പൊന്തി വരുന്ന വികാരങ്ങളോട് ഒരിക്കലും മത്സരിത്തം എന്നെ മത്സരിക്കൊന്നും വേണ്ട. അത് വന്നോട്ടെ, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പതുക്കെ അതിനെ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ചിന്തകൾ വരുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക.
ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ നമുക്ക് വിഷയങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും മാസത്തിലൊരിക്കൽ ഇതിന് നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്ക് നമ്മളെ പരീക്ഷിക്കാനും പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടണം, നമ്മുടെ വിചാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാനും തിരിച്ചുവിടാനും പറ്റിയ അവസരങ്ങളായിട്ട് ഇതിൽ കണക്കാക്കണം. അവസാനം കുറച്ച് നേരം നാമജപത്തോട് കൂടിയിട്ട് നിർത്തണമെന്നാണ് പറഞ്ഞത്. ഇവിടെയുള്ള നമ്മുടെ അമ്പലം ഇപ്പോൾ ഏത് സന്നിധിയിലാണോ നമ്മളിരിക്കുന്നത് അവിടുത്തെ ശക്തിനെ കുറച്ച് നേരം നാമജപത്തോടൊന്ന് സ്മരിച്ചിട്ട് അവസാനിക്കുക. ഒരു സത്സംഗം വരുമ്പോൾ കുറച്ച് ധ്യാനം വരുമ്പോൾ അവനവനെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് നേരം ചെലവഴിക്കുക. നമ്മൾ കുറേ കേട്ടിട്ടുള്ള കാര്യം ഇല്ലേ, കുറേ കേട്ടിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മളിൽ എന്തുമാത്രം അതിന് സ്വാധീനം ഉണ്ടാക്കിയെന്ന് നമ്മൾ കുറച്ച് നേരം നമ്മളെ പറ്റി ചിന്തിക്കുക.